നമ്മൾ ഇരട്ടി മധുരം എന്ന് കേട്ടിട്ടുണ്ട്. ഒരു കുടുംബത്തിന്റെയും നമ്മുടെ ബ്രില്യന്റിന്റെയും ഒരു ഇരട്ടി മധുരമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ഒരു ട്വിൻ സിസ്റ്റേഴ്സ് ആണ്. നീറ്റ് എക്സാമിന് വലിയ വിജയം നേടിയ, വൻപിച്ച വിജയം നേടിയ ഒരു ഇരട്ട കുട്ടികളെയാണ് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. പേരെങ്ങനെയായിരുന്നു? വാണി. പേര് വിദ്യ. വാണിയും വിദ്യയുമാണ്. നമുക്ക് ഇവരുടെ റാങ്കിനെ കുറിച്ച് ഇവിടെ ഒന്ന് ചോദിക്കാം. റാങ്ക് എത്രയാണ്? 20,484. നമ്മുടെ റാങ്ക് എത്രയാണ്? 16,410. ആ റാങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഡിഫറൻസ് ഇല്ലാത്ത രീതിയിൽ അവർ റാങ്ക് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. അപ്പൊ നമുക്ക് ഇവരുടെ വിശേഷങ്ങളെ കുറിച്ച് ഒന്ന് ചോദിക്കാം. അച്ഛന്റെ പേരെങ്ങനെയാണ്? രാജേഷ്. എന്ത് ചെയ്യുന്നു? മർച്ചന്റ് നേവിയിലാണ്. ഓക്കെ. അമ്മയുടെ പേര്? എന്റെ പേര് ഡോക്ടർ ശ്രീപ്രിയ. ഞാൻ ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ ഡീൻ റിസർച്ച് ആണ്. ഓക്കെ. മോള് ഇത് അനീതിയാണല്ലേ? പേരെങ്ങനെയാണ്? എന്റെ പേര് വേദിക. ഞാൻ സെന്റ് പാട്രിക്സ് അക്കാഡമി എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പോ നമുക്ക് ഇവരുടെ റാങ്കിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഏത് ബാച്ചിലായിരുന്നു ബ്രില്യന്റിലെ? റിപ്പീറ്റേഴ്സ് ബാച്ചിലായിരുന്നു. രണ്ടുപേരും ഒരേ ബാച്ചിലായിരുന്നു. രണ്ടുപേരും ഒരേ ബാച്ചിലെ സ്റ്റുഡൻസ് ആണ്. അപ്പം എക്സാമിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇവരുടെ? നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചേർന്ന് പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. നിങ്ങളുടെ ഇടയ്ക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ? അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയായിരുന്നു ബ്രില്യന്റിലേക്ക്, അതായത് നമ്മുടെ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചതും, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കണമല്ലോ, അത് മിക്കവാറും നമുക്ക് അമ്മയോട് ചോദിക്കുന്നതായിരിക്കും കൺവീനിയൻസ് അല്ലേ? അപ്പൊ ഇവരുടെ ആ ഒരു എക്സാമിന്റെ, അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കണമല്ലോ, അതിനുശേഷം ഇവരെന്താണ് പറഞ്ഞു? ഇവർ രണ്ടുപേരും കൂടെ ജോയിൻ ആയിട്ട് ഇങ്ങനെ പറയുമായിരുന്നോ റിപ്പീറ്റ് ചെയ്യണം? അല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ വിചാരിച്ചത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അന്നേരമാണ് നമ്മൾ കേട്ടിരുന്നു, ബ്രില്യന്റിനെ പറ്റി അറിയാമായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ഇവർ രണ്ടുപേരും എടുത്ത തീരുമാനമാണ് നമുക്ക് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം, നമുക്ക് ബ്രില്യന്റിൽ പാലായിൽ തന്നെ പോവാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ ഈ രണ്ടുപേരെന്ന് പറയുമ്പോഴത്തേന് ഇവർ രണ്ടുപേരും ഒരേ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു, നമ്മൾ എങ്ങനെയായിരുന്നു ഇതിനെ നോക്കി കണ്ടിരുന്നത്? അപ്പോൾ ഇവരുടെ ഇല്ല, ഡെഫിനറ്റ്ലി ആസ് എ പേരന്റ് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യത്തെ പ്രാവശ്യം റാങ്ക് കിട്ടാതെ വന്നപ്പോഴൊക്കെ. പിന്നീട് ഇവർക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഒരു വർഷം നമ്മൾ ബ്രില്യന്റിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അങ്ങനെയാണ് നമ്മളും അതിനെ സപ്പോർട്ട് ചെയ്ത്. ട്വിൻസ് ആയതുകൊണ്ട് ഒരു ക്യൂരിയോസിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇവരുടെ രണ്ടുപേരുടെ മാർക്കുകൾ, ഈ ഇടയ്ക്കിടുന്ന എക്സാമുകളൊക്കെ ഇല്ലേ, ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന റാങ്കിൽ എന്ന് പറയുന്ന വലിയ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാത്ത ഒരു റാങ്കാണ് നമുക്ക് ഇവർക്ക് രണ്ടുപേർക്ക് കിട്ടിയിരിക്കുന്നത്. എക്സാം ഇടുമ്പോൾ ഒരാൾ പഠിക്കുന്നുണ്ടോ, ഒരാൾ പഠിക്കുന്നില്ല, അങ്ങനത്തെ ടെൻഷനുകൾ ഇവർ കൺവേ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഡെഫിനറ്റ്ലി പരീക്ഷയുടെ സമയത്ത് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ശരിയാണ്. പക്ഷേ ബ്രില്യന്റിലെ സപ്പോർട്ടും കോച്ചിങ്ങും ഒക്കെ വളരെ ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. ഡെഫിനറ്റ്ലി ആദ്യം മുതലേ തന്നെ ഒരു എക്സാം സീരീസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ ടെൻഷനുകളൊന്നും ഇല്ലാതെ പോയി. റാങ്കുകളും ഒരുപോലെ കിട്ടിയപ്പോഴത്തേനും അതിനെ എങ്ങനെ നോക്കി കണ്ടു? അതായത് ഇപ്പം സക്സസ് എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ടെൻഷൻ. ഇപ്പൊ എനിക്ക് ചോദിക്കാൻ കുഴപ്പമില്ല, അതായത് ഒരാൾക്ക് റിസൾട്ട് കിട്ടുക, ഒരാൾക്ക് റിസൾട്ട് മോശമാകുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇവരെന്ന് പറയുന്നത് അതിലും ഒപ്പം നിന്നു എന്ന് വേണമെങ്കിൽ പറയാം, ശരിയല്ലേ? അപ്പൊ അതിനൊക്കെ എങ്ങനെ നോക്കിയാണ്? ഇവർ രണ്ടുപേർക്കും ഒരേ സന്തോഷമാണ്, ഒരേ ആഹ്ലാദങ്ങളാണ് അല്ലേ? ശരിയല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്. ഡെഫിനറ്റ്ലി താങ്കൾ പറഞ്ഞ പോലെ തന്നെ വളരെ ടെൻഷൻ ആയിരുന്നു ആദ്യം. അങ്ങനെ ഒരു ടെൻഷൻ നമുക്ക് ഒരാൾ കയറി ഇപ്പോ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വിക്ടറി ഡേക്ക് ഇവരെ രണ്ടുപേരെയും കൂടെ കൊണ്ടുവരാൻ പറ്റി എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ലേ? ശരിയല്ലേ? ഇതിനകത്ത് ഒരാളാകുന്ന ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കില്ലേ? ഒരു പക്ഷേ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം ലാസ്റ്റിലുള്ള എക്സാംസ് ഒക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോ തന്നെ ഒരുവിധം രണ്ടുപേരും ഒരേപോലെ ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. എക്സാമിന്റെ തലേദിവസത്തെ ഒരു ടെൻഷൻ കൂടെ ഒന്ന് പറയാമെങ്കിൽ അതെന്നറിയോ, നമ്മൾ അങ്ങനെ എടുത്തു ചോദിക്കുന്നത്, ഒരു കുട്ടി എക്സാം എഴുതാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷനും രണ്ടുപേർ എഴുതാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനും നമുക്ക് ഡിഫറെന്റ് ആണ്. ഒരേ എക്സാം രണ്ടുപേർ എഴുതാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ വേറെയല്ലേ? രണ്ടുപേരോടും പറയണം, രണ്ടുപേരോടും ഈ കാര്യങ്ങൾ ഇവർ രണ്ടുപേരും പറയുന്ന ഒരു പക്ഷേ ഇവരുടെ രണ്ടുപേരും ടെൻഷൻ രണ്ട് തരത്തിലായിരിക്കും. സബ്ജക്റ്റിൽ ഏതിനെന്തെങ്കിലും രണ്ട് ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടോ? അതായത് ഒരാൾക്ക് ഫിസിക്സ് പാടാണ്, അല്ലെങ്കിൽ കെമിസ്ട്രി എളുപ്പമാണ്, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എല്ലാ കാര്യത്തിലും ഇവര് യൂണീക്ക് ആയിരുന്നു. ഇല്ല, ചെറിയ ഡിഫറൻസുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് ഇവരുടെ ഭാവിയുടെ കാര്യങ്ങളും കൂടെ ചോദിക്കാം. ഇതുപോലെ തന്നെ ഒരു കോളേജാണോ പ്രതീക്ഷിക്കുന്നത്? വേറെ കോളേജ് ആയിരിക്കും നമുക്ക് താല്പര്യപ്പെടുന്നത്. അതായത് ഒരേ കോളേജിൽ പോകണം എന്നുള്ള താല്പര്യങ്ങളുണ്ടോ? ഇതുപോലെ തന്നെ ഒന്നിച്ച് പഠിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ? അങ്ങനെ തന്നെ കിട്ടണം നമ്മൾ ആഗ്രഹിക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ തന്നെ ഒന്നിച്ച് തന്നെ പോകണം. പിന്നെ ഇച്ചിരി കൂടെ നന്നായിട്ട് ചിരിക്കാം. ഡോക്ടർമാരാകാൻ പോവാണ് കേട്ടോ. ഡോക്ടർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നും അല്ല, അത് നമ്മുടെ ഒരു ലൈഫിന്റെ പാർട്ടാണ്. കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ട്രെയിനിലൊക്കെ പോകുമ്പോഴത്തേനും ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ എന്ന് എഴുതി വെക്കണം. കാരണം ചില ആർക്കെങ്കിലും ഒരു എമർജൻസി വന്നാൽ വിളിക്കാനായിട്ടാണ്. അപ്പൊ ഇങ്ങനെ പോരാ, ഇത്തിരി കൂടെ നന്നായിട്ടൊക്കെ ചിരിക്കണം. അപ്പൊ താങ്ക് യു ഫോർ ജോയിനിങ്. ഇതുപോലെ തന്നെ ഇരട്ടി മധുരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.